Hi everyone, welcome back to my channel Relish My Life. ആദ്യം തന്നെ നമുക്ക് പൊടിച്ച പഞ്ചസാരയും ബട്ടറും കൂടിയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 100 ഗ്രാം ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ളത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഒരു ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു 10 മിനിറ്റോളം അടിച്ചപ്പോൾ അത് നല്ല ക്രീമിയായി വൈറ്റ് കളറായിട്ട് മാറിയിട്ടുണ്ട്. നന്നായി ബീറ്റ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിനകത്ത് മൊത്തം 2 മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക, എന്നിട്ട് ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഒരു 2 മിനിറ്റോളം തന്നെ ബീറ്റ് ചെയ്യുക. അതിനുശേഷം അടുത്ത മുട്ട ഒഴിച്ചൊഴിച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ല ക്രീമിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ ബീറ്റർ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ 1.25 കപ്പ് കേക്ക് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വിസ്ക് ചെയ്തെടുത്തതാണ്. ഇത് 8 ടേബിൾ സ്പൂൺ പാലും കൂടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കേക്ക് ഫ്ലോർ ഇല്ലാത്തവർക്ക് 1.25 കപ്പ് മൈദപ്പൊടി എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി വിസ്ക് ചെയ്ത് എടുത്തതായാലും മതി. കേക്ക് ഫ്ലോർ നമ്മൾ 2-3 ടേബിൾ സ്പൂണായി അടിച്ചു വെച്ച മുട്ട മിശ്രിതത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു സ്പാച്ചുല വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ മൊത്തം 8 ടേബിൾ സ്പൂൺ പാലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിൽ നിന്നും 3 ടേബിൾ സ്പൂൺ പാല് ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് മൈദയും പാലും മാറി മാറിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ മൈദ നന്നായിട്ട് ചേരുന്നത് വരെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതിനി മാറ്റി വയ്ക്കാം. ഇനി വേറെ ഒരു ബൗളിൽ നമുക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുക്കാം. ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 5 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി നമ്മൾ കൊക്കോ പൗഡറിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇതിന് തീരെ കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ നിന്നും ഒരു 1/4 ഭാഗം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. രണ്ട് കളറിലുള്ള ബാറ്ററും റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. നേരത്തെ തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാന് ഓയിൽ പുരട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വൈറ്റ് ബാറ്റർ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് കോക്കോ ബാറ്ററും കൂടി ഇട്ട് കൊടുക്കുക. ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിതിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റ് ബാറ്റർ മാറ്റി വെച്ചിട്ടുണ്ട്. മുകളിലൊരു ഡിസൈൻ പോലെ ആക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. ബാക്കിയെല്ലാം വൈറ്റ് ബാറ്ററും ചോക്ലേറ്റ് ബാറ്ററും മാറി മാറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബബിൾസ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഒരു കോണിലാക്കിയിട്ടുള്ള ചോക്ലേറ്റ് ബാറ്റർ ഞാൻ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ്.
ഒരു സ്ക്യൂവർ വെച്ചിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു പ്രത്യേക ഷേപ്പിലുള്ള ഡിസൈൻ കിട്ടും. അതിന് വേണ്ടി ചെയ്തതാണ്. ഇതിങ്ങനെ നിർബന്ധമൊന്നുമില്ല, മറ്റേ രീതിയിൽ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇട്ടിട്ട് തട്ടി കൊടുത്ത് വെറുതെ സ്ക്യൂവർ വെച്ചിട്ട് വരച്ചാലും മതി. ഇനി ഇത് നമ്മൾ സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തെടുക്കുകയാണ്. നേരത്തെ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ ഒരു ദോശക്കല്ല് ഞാൻ 15 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മുടെ നോൺ സ്റ്റിക്ക് പാന് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ. എനിക്കിവിടെ വെന്ത് വരാനായിട്ട് ഏകദേശം 1 മണിക്കൂറോളം എടുത്തിട്ടുണ്ട്. പലർക്കും പല രീതിയിലായിരിക്കും. ഒരു കത്തിയോ അല്ലെങ്കിൽ സ്ക്യൂറോ വെച്ച് കുത്തി നോക്കുമ്പോൾ മാവ് അതിലൊട്ടും പറ്റി പിടിക്കാൻ പാടില്ല. അങ്ങനെ ക്ലീനായിട്ട് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തെടുക്കാം. ഇതിവിടെ ഇപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്കിതിനി സ്റ്റൗ ടോപ്പിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചോക്ലേറ്റ് മാർബിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടീ ടൈം കേക്കാണ്, കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുന്ന ഒരു കേക്കാണ്. എല്ലാവരും ഷുവറായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.